ഹൈപ്പർബോളയുടെ കേസ് വരുമ്പം ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതിൽ നമുക്കറിയാം സി ഈക്വൽ ടു എന്ന് പറയുന്നത് ഫോക്കസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഹൈപ്പർബോളയുടെ കേസിൽ. അപ്പം മറ്റേതുപോലെ തന്നെ ഇ ഈക്വൽ ടു സി ബൈ എ ആണ്. അപ്പം നമ്മളിവിടെ ഇ ഈസ് ഈക്വൽ ടു ഹൈപ്പർബോളയുടെ കേസിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആണ്, മറ്റേടത്ത് മൈനസ് ആയിരുന്നു, പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ എ എന്ന് വരും. അപ്പോൾ ഇതാണ് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ എന്ന് പറയുന്നതാണ് ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുമേ, പഠിക്കണം. അടുത്തത് പിന്നെ പാരാബോള. പാരാബോള പറയുമ്പോൾ പോസ് ചെയ്യാമോ? അടുത്തത് പാരബോളയുടെ കേസിൽ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax അല്ലേ, ഇതല്ലേ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പം നമ്മളുടെ പി എഫ് എന്ന് പറഞ്ഞാൽ എന്നാ, ഫോക്കസ് സെന്റർ പോയിന്റ് ടു ഫോക്കസ് ഡിസ്റ്റൻസ്. പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്നാ, പോയിന്റ് ടു ഡയറക്ട്രിക്സ് ഡിസ്റ്റൻസ്. ഇപ്പം എക്സെൻട്രിസിറ്റിയുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഇ ഈസ് ഈക്വൽ ടു ഫോക്കസ് ഡിസ്റ്റൻസ് പി എഫ് ബൈ ഡയറക്ട്രിക്സിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് പി ക്യൂ. പി എഫ് ബൈ പി ക്യൂ ആണ് എക്സെൻട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം, അല്ല പാരബോളയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പാരബോള നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പി എഫ് ഇസ് ഈക്വൽ ടു പി ക്യൂ. അപ്പം ഇവിടെ പി എഫും പി ക്യൂവും ഈക്വൽ ആയാൽ ഇ ഈസ് ഈക്വൽ ടു 1 ആകുമല്ലോ. ഇനി നമ്മളുടെ എലിപ്സിൻ്റെ കേസിൽ വരുമ്പം നമ്മൾ പറഞ്ഞിരുന്നത് പി എഫ് പ്ലസ് പി ക്യൂ ഈസ് ഈക്വൽ ടു 2a എന്നല്ലേ. അതായത് പി എഫ് ഈസ് ഈക്വൽ ടു 2a മൈനസ് പി ക്യൂ എന്ന് വെച്ചാൽ പി എഫ് ഗ്രേറ്റർ ദാൻ പി എഫ് ഈസ് ഈക്വൽ ടു 2a മൈനസ് പി ക്യൂ എന്നല്ലേ. എന്ന് വെച്ചാൽ ഇതിലേതാ വരുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് കട്ട് ചെയ്ത് കളയാമേ. ഈ സെയിം കോണ്ടെക്സ്റ്റിൽ പറയുവാണെങ്കിൽ പി എഫ് മൈനസ് പി ക്യൂ ഈക്വൽ ടു 2a എന്നല്ലേ നമ്മുടെ ഹൈപ്പർബോളയ്ക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ പി എഫ് ഈക്വൽ ടു 2a പ്ലസ് പി ക്യൂ എന്നല്ലേ. അതായത് പി എഫ് എന്ന് പറയുന്നത് പി ക്യൂവിനേക്കാൾ വലുതാണ്, 2a പ്ലസ് പി ക്യൂ ആണ്. പി ക്യൂവിൻ്റെ കൂടെ എന്തോ ചേർക്കുമ്പോഴേ പി ക്യൂവിൻ്റെ കൂടെ എന്തോ ചേർക്കുമ്പോഴേ പി എഫ് കിട്ടുള്ളൂ. അപ്പം പി എഫ് ഈസ് ഗ്രേറ്റർ ദാൻ പി ക്യൂ. ഹെൻസ് പി എഫ് ബൈ പി ക്യൂ, അതായത് പി എഫ് ബൈ പി ക്യൂ എന്ന് പറയുന്നത് ഇ ആണ്. ഇ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഹൈപ്പർബോളയുടെ കേസിൽ. ഇത് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം എങ്ങാനും കൺഫ്യൂഷൻ വന്നാൽ ഇത് ആലോചിച്ചാൽ മതി. പി എഫ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പി ക്യൂ ആണല്ലോ ഹൈപ്പർബോളയുടെ കേസിൽ. അപ്പോൾ ഓൾവേസ് ഹൈപ്പർബോളയ്ക്ക് ഇ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ എക്സെൻട്രിസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ വെച്ച് പറയാനുള്ള. ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് നമ്മളിപ്പം ഇ ഈസ് ഈക്വൽ ടു പി എഫ് ബൈ പി ഡി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു പി എഫ് ബൈ പി ഡി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു പി ഡി എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇതിനെ ഫോക്കസിനെയും ഡയറക്ട്രിക്സിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഫോക്കസ് ഡയറക്ട്രിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആക്ച്വലി ഫോക്കസ് ഡയറക്ട്രിക്സ് ഇക്വേഷൻ വെച്ചിട്ട് അതായത് പാരബോളയുടെ ഇക്വേഷൻ വന്നിട്ട് അതിനകത്ത് ഫോക്കസ് ഡയറക്ട്രിക്സ് ഇക്വേഷൻ എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യൂസിങ് ഫോക്കസ് ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഫൈൻഡ് ദി ജനറൽ ഫോർമുല ഓഫ് ദിസ് പാരബോള എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ഫോക്കസ് ഡയറക്ട്രിക്സ് ഫോർമുല, ഫോക്കസ് ഡയറക്ട്രിക്സ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്ന സാധനം. ഇത്രയേ ഉള്ളൂ ഈ പോർഷനിൽ പഠിക്കാനായിട്ട്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, നോട്ടിലുണ്ടേ. ഓക്കെ.